ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഇടവേളയ്ക്ക് ശേഷം ലീഗ് പുനരാരംഭിച്ചതിന് ശേഷമുള്ള രണ്ടാം ഘട്ടത്തിൽ അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങളാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും മോശം ഫോമിലേക്ക് മാറിയിട്ടുള്ള 2 ടീമുകൾ കൂടിയാണ് നിലവിൽ ലീഗിലുള്ളത്. ഒന്നാമതായി മനോലയുടെ ഗോവയും രണ്ടാമതായി ലീഗിൽ ഇതുവരെ വിജയം കണ്ടെത്താൻ സാധിക്കാത്ത ഹൈദരാബാദും. ഇവിടെ ഇത്തരത്തിൽ മോശം ഫോമിൽ നിൽക്കുന്ന മനോലയുടെ ഗോവയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം കണ്ടെത്തിയത്. ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നേടിയ പല ഗോളിലും ഗോവയുടെ ഗോൾ കീപ്പറായ അർഷദീപ് സിംഗിന്റെ അടക്കമുള്ള പ്ലേയേഴ്സിന് നിരവധി മിസ്റ്റേക്കുകൾ നമുക്ക് കാണാമായിരുന്നു. കൂടാതെ 22ാം മിനിറ്റിൽ ഗോവയുടെ സ്ട്രൈക്കർ നേടിയ ഗോൾ റഫറി ഓഫ് സൈഡ് വിളിച്ചില്ലായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോളിന് പുറകിൽ പോയേനെ. ഇത് ഓഫ് സൈഡ് അല്ല എന്ന് ഞാൻ പറയും. കാരണം അത് ഓഫ് സൈഡ് അല്ല, ഡ്രിൻസിച്ച് ആണ് ലാസ്റ്റ് മാൻ. ആ പന്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി തന്നെ ഓൺ സൈഡിലാണ്. എപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള റഫറിയുടെ ഡിസിഷൻസ് മാത്രം സംസാരിച്ചാൽ പോരല്ലോ. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി റഫറിയിൽ നിന്ന് ലഭിച്ച ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഇവിടെ ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നേടിയ വിജയത്തെ ഞാൻ കുറച്ച് കാണുകയില്ല. ഇത്തരത്തിലുള്ള ഒരു ഗോവയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇതാ അതിനുശേഷം ബാംഗ്ലൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ തുടർ പരാജയങ്ങൾക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് നിലവിലെ മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെടാനുണ്ടായ പ്രധാന കാരണമായി ഞാൻ കാണുന്നത്, ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്ന മത്സരങ്ങളിൽ പോലും ഗോളിലായാലും അസിസ്റ്റിലായാലും നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല എന്ന് തന്നെയാണ്. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണമെങ്കിൽ ഗോളിലായാലും അസിസ്റ്റിലായാലും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരണം. ഇല്ലെങ്കിൽ ആ മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടും. ഈ ഒരു അവസ്ഥയിലാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ മുമ്പോട്ട് പോകുന്നത്. ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ ഈ സ്റ്റാറ്റ്സ് നിങ്ങൾ കാണണം. ഇവിടെ നമുക്ക് നിലവിലെ ലീഗിൽ ടോപ്പ് 5-ൽ നിൽക്കുന്ന ടീമുകളുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഗോളിലും അസിസ്റ്റിലും നൽകിയ കോൺട്രിബ്യൂഷൻ നോക്കാം. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ലീഗിൽ ഇതുവരെ 23 ഗോളാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത്. ഇതിൽ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഗോളിലേക്കുള്ള സംഭാവന എന്ന് പറയുന്നത് വെറും 2 ഗോളാണ്. അതും ആ 2 ഗോളും ഡാനിഷ് എന്ന ഒറ്റ സെൻട്രൽ മിഡ്ഫീൽഡർ നേടിയതും. ഇനി അസിസ്റ്റിലേക്ക് വന്നാൽ ഒരു അസിസ്റ്റ് ഡാനിഷും ഒരു അസിസ്റ്റ് നിഹാലും. ഈ 2 അസിസ്റ്റിലും ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ദിമിത്രിയോസ് തന്നെയാണ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആകെ നേടി 23 ഗോളിൽ 4 ഗോൾ കോൺട്രിബ്യൂഷനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ പ്ലേയേഴ്സിൽ നിന്നും വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഒഴികെയുള്ള ബാക്കി ടോപ്പ് 4 ടീമുകളുടെ ഈ സെയിം സ്റ്റാറ്റ്സ് കേൾക്കുമ്പോഴാണ് മറ്റു ടീമുകളുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് അവരുടെ വിജയത്തിന് വേണ്ടി എത്രത്തോളം കോൺട്രിബ്യൂഷനാണ് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ തൊട്ട് മുകളിലായി 4ാം സ്ഥാനത്തുള്ള ഗോവയിലേക്ക് വന്നാൽ ഇവർ ലീഗിൽ നേടിയിട്ടുള്ളത് 23 ഗോളാണ്. ഇതിൽ 10 ഗോളും 8 അസിസ്റ്റുമാണ് ഇന്ത്യൻ പ്ലേയേഴ്സ് നേടിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 23 ഗോളിൽ 18 ഗോൾ കോൺട്രിബ്യൂഷൻ. ഇനി മൂന്നാമതുള്ള മോഹൻ ബഗാനിലേക്ക് വന്നാൽ അവർ ആകെ നേടിയിട്ടുള്ളത് 31 ഗോളാണ്. ഇതിൽ 10 ഗോളും 12 അസിസ്റ്റുമാണ് ഇന്ത്യൻ പ്ലേയേഴ്സ് നേടിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 31 ഗോളിൽ 22 ഇന്ത്യൻ പ്ലെയർ ഗോൾ കോൺട്രിബ്യൂഷൻ. ഇനി രണ്ടാമതുള്ള മുംബൈ സിറ്റിയിലേക്ക് വന്നാൽ ആകെ 29 ഗോളാണ് അവർ സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൽ 13 ഗോളും 10 അസിസ്റ്റുമാണ് ഇന്ത്യൻ പ്ലേയേഴ്സ് നേടിയത്. അങ്ങനെ ആകെ നേടി 29 ഗോളിൽ 23 ഇന്ത്യൻ പ്ലേയേഴ്സ് ഗോൾ കോൺട്രിബ്യൂഷൻ. ഇനി നിലവിൽ 1ാം സ്ഥാനത്തുള്ള ഒഡീഷയിലേക്ക് വന്നാൽ അവർ ആകെ നേടിയത് 31 ഗോളാണ്. അതിൽ 8 ഗോളും 11 അസിസ്റ്റുമാണ് ഇന്ത്യൻ പ്ലേയേഴ്സ് നേടിയത്. അങ്ങനെ ആകെയുള്ള 31 ഗോളിൽ 19 ഇന്ത്യൻ ഗോൾ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ ഓരോ ടീമുകളിലും ഇന്ത്യൻ പ്ലേയേഴ്സ് മികച്ച സംഭാവന നൽകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ മാത്രമാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൽ നിന്നും ടീമിൻ്റെ വിജയങ്ങളിലേക്ക് ഗോളിലേക്കോ അസിസ്റ്റിലേക്കോ മികച്ചൊരു കോൺട്രിബ്യൂഷൻ നൽകാതെ നിൽക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ISL എന്നത് മിക്സ്ചർ ഓഫ് ഫോറിൻ ആൻഡ് ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. ഇവിടെ ഫോറിനേഴ്സിൻ്റെയും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് ഒരുപോലെ ഒരു കോൺട്രിബ്യൂഷൻ വന്നാൽ മാത്രമേ ഒരു ടീമിന് മികച്ച രീതിയിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ ഫോറിൻ പ്ലേയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ പോലൊരു ടീമിന് മത്സരങ്ങളിൽ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ചൊരു കോൺട്രിബ്യൂഷൻ വന്നില്ലെങ്കിൽ ആ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടേണ്ടതായി വരുന്നു. ഇവിടെ നമുക്ക് ഈ സ്റ്റാറ്റ്സുകൾ കുറച്ചുകൂടി ഡീപ്പായി നോക്കാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിലെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇതുവരെ പറഞ്ഞ ടോപ്പ് 5 ടീമുകളുടെ ഫോറിൻ ഫോർവേഡുകൾക്ക് സപ്പോർട്ടായി കളിക്കുന്ന വിങ്ങേഴ്സിൻ്റെയും വൈഡ് മിഡ്ഫീൽഡേഴ്സിൻ്റെയും സ്റ്റാറ്റ്സ് നോക്കിയാൽ ഇവിടെ നമുക്ക് ഒന്നാമതുള്ള ഒഡീഷയിലേക്ക് വീണ്ടും വന്നാൽ ഫോറിൻ ഫോർവേഡായ മൗറീഷ്യയും റോയ് കൃഷ്ണയുടെയും കൂടെ കളിക്കുന്ന ലെഫ്റ്റ് മിഡ്ഫീൽഡറായ ഇസാക്ക് 2 ഗോളും 3 അസിസ്റ്റുമാണ് നൽകിയിട്ടുള്ളത്. ഇതേസമയം രണ്ടാമതുള്ള മുംബൈയിലേക്ക് വന്നാൽ റൈറ്റ് വിങ്ങറായ വിക്രം പ്രതാപ് 4 ഗോളും 1 അസിസ്റ്റും, ലെഫ്റ്റ് വിങ്ങറായ ബിപിൻ സിംഗ് 3 ഗോളും 1 അസിസ്റ്റും, റൈറ്റ് വിങ്ങറായ ചാങ് തേ 3 ഗോളും 4 അസിസ്റ്റുമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ മുംബൈയുടെ ഫോർവേഡിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങുന്ന ചാങ് തേ മികച്ച പ്രകടനം നൽകിയില്ലെങ്കിൽ തൊട്ടുപുറകിൽ റീപ്ലേസ്മെൻ്റായി വരുന്ന ബിപിൻ സിംഗ് ഗോളും അസിസ്റ്റും ഡെലിവേർഡ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ സപ്പോർട്ട് ടീമിന് വേണ്ടത്. ഇതുപോലെ തന്നെ മൂന്നാമതുള്ള മോഹൻ ബഗാനിലേക്ക് വന്നാൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായ ലിസ്റ്റൻ കൊലാസോ 2 ഗോളും 3 അസിസ്റ്റും, റൈറ്റ് മിഡ്ഫീൽഡറായ മൻവീർ സിംഗ് 2 ഗോളും 5 അസിസ്റ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോവയിലേക്ക് വന്നാൽ ബ്രാൻഡൻ ഫെർണാണ്ടസ് 2 അസിസ്റ്റും, ഉദാന്ത് സിംഗ് 1 ഗോളും 1 അസിസ്റ്റും നൽകിയിട്ടുണ്ട്.
ഇത്തരത്തിൽ ഫോർവേഡുകൾക്ക് സപ്പോർട്ടായി കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഒഴികെയുള്ള മറ്റ് ടീമുകളുടെ വിങ്ങേഴ്സ് ആയാലും വൈഡ് മിഡ്ഫീൽഡേഴ്സ് ആയാലും കൃത്യമായൊരു ഗോൾ കോൺട്രിബ്യൂഷൻ അവരുടെ ടീമിലേക്ക് നൽകുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മളോട് ഐമിൻ്റെ ഡ്രിബ്ലിംഗ് സ്കില്ലും ടേണിംഗ് സ്കില്ലും എല്ലാം പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ രാഹുൽ ഡിഫൻഡിങ്ങിൽ കാഴ്ചവെക്കുന്ന മികച്ച കോൺട്രിബ്യൂഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ മേലെ അവസാനം ഫോർവേഡുകൾക്ക് സപ്പോർട്ടായി കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ വൈഡ് മിഡ്ഫീൽഡേഴ്സ് എന്ത് കോൺട്രിബ്യൂഷനാണ് ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ ഈ 17 മത്സരങ്ങൾക്ക് ശേഷം നൽകിയിട്ടുള്ളത്? 0 അസിസ്റ്റ് ആൻഡ് 0 ഗോൾ. ഇവിടെ ഐമിൻ്റെ രാഹുലിൻ്റെ ഒക്കെ പ്രധാന പ്രശ്നമായി ഞാൻ കാണുന്നത്, ഇവർ ബോളിങ്ങിൽ റൺ ചെയ്ത് ഫൈനൽ തേർഡിൽ എത്തിയ ശേഷം ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. ഉദാഹരണമായി ചെന്നൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട മത്സരത്തിൽ 27-ാം മിനിറ്റിൽ ഐമൻ ബോക്സിനുള്ളിൽ എത്തിയ ശേഷം നടത്തിയ ഒരു മോശം ഡിസിഷനെ കുറിച്ച് നോക്കാം. ഇവിടെ സ്ട്രൈക്കറായ ഇഷൻ പണ്ഡിത വളരെ ഫ്രീ സ്പേസിൽ ബോക്സിന് വെളിയിൽ നിന്നിട്ട് ഐമൻ ആ പന്ത് അടിച്ച് പാഴാക്കി കളയുകയാണ്. ഇഷൻ പണ്ഡിതയിലേക്ക് ബോൾ നൽകിയാൽ അദ്ദേഹം ഗോൾ അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. എങ്കിലും ഇത്തരത്തിൽ ഫ്രീ ആയി നിൽക്കുന്ന സ്ട്രൈക്കറിലേക്ക് ഇത്തരത്തിൽ വൈഡായ ഒരു സ്പേസ് മുമ്പിൽ ഉണ്ടായിട്ടും ഐമൻ അവിടെ ആ പാസ് നൽകിയില്ല. ഇതാ മാച്ച് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു നിമിഷമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴും ഓർക്കാൻ കാരണം. ഇനി റൈറ്റ് മിഡ്ഫീൽഡർ രാഹുലിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം അടുത്തൊരു പ്രശാന്ത് ആവാനുള്ള ശ്രമത്തിലാണ്. പേസ് ഉണ്ട്, ഡ്രിബ്ലിംഗ് ഉണ്ട്, ഡിഫെൻഡിംഗ് ഉണ്ട്. എന്നാൽ ടോട്ടൽ കരിയർ എടുത്ത് നോക്കിയാൽ ഈ ക്വാളിറ്റി കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ലാതെ ഗോളിലോ അസിസ്റ്റിലോ മികച്ച കോൺട്രിബ്യൂഷൻ ഇല്ലാതെ വറ്റി വരേണ്ട ഒരു കരിയർ. ഈ സീസണിൽ അറ്റാക്കിംഗ് തെറിൽ വന്നതിന് ശേഷമുള്ള രാഹുലിൻ്റെ എല്ലാ ഡിസിഷൻസും വളരെ മോശമായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരുന്നത് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫ് ദ ബോൾ ടൈമിലെ അദ്ദേഹം നടത്തുന്ന മികച്ച ഡിഫെൻഡിങ്ങും ബോൾ റിക്കവറീസും കൊണ്ടാണ്. ഇത്തരത്തിലൊരു പെർഫോമൻസ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് മിഡ്ഫീൽഡറിന് ആവശ്യമെങ്കിൽ എന്തിനാണ് ഒരു റൈറ്റ് മിഡ്ഫീൽഡറിനെ അവിടെ കളിപ്പിക്കുന്നത്? ഒരു റൈറ്റ് ബാക്കിനെ അവിടെ കളിപ്പിച്ചാൽ പോരെ. ഇനി ഇവിടെ ഗോയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ വൈഡ് മിഡ്ഫീൽഡേഴ്സ് കമ്പാരിറ്റീവ്ലി ടോപ്പ് 4 ടീമിൽ കുറവ് ഗോളും അസിസ്റ്റുമാണ് നേടിയിട്ടില്ലെങ്കിൽ പോലും ഗോയുടെ ഫുൾ ബാക്കുള്ള അതിനൊത്ത് പെർഫോമൻസിലേക്ക് ഉയരുന്നുണ്ട്. ഗോയുടെ ജയ്ഗുപ്ത 2 ഗോളും 2 അസിസ്റ്റുമാണ് ഈ സീസൺ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒഡീഷയുടെ ഫുൾ ബാക്കായ അമ്മയുടെ സ്റ്റാറ്റ്സ് നോക്കുക, 5 അസിസ്റ്റും 1 ഗോളുമാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. ലൊഗർ ഒഡീഷയിൽ നടപ്പാക്കുന്ന പ്രധാന അറ്റാക്കിങ്ങിൽ ഒന്നാണ് ഇത്തരത്തിൽ റൈറ്റ് ബാക്കായ അമയിലൂടെ ഓവർലാപ്പ് ചെയ്ത് വന്നതിന് ശേഷം ബോക്സിലേക്ക് നൽകുന്ന ക്രോസുകൾ. അമയിൽ ലൊഗർ തനിക്കേൽപ്പിച്ച ഡ്യൂട്ടി കൃത്യമായി അവിടെ നടപ്പാക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിലേക്ക് തള്ളിവിട്ട അമയുടെ ആ ക്രോസും അതിലൂടെ റോയ് കൃഷ്ണ നേടിയ ഗോളും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. ഈ 2 ടീമുകളുടെ ഫുൾ ബാക്ക് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ ടോപ്പ് 5 ടീമിലെ ബ്ലാസ്റ്റേഴ്സ് ഒഴികെയുള്ള ടീമുകളിലെ എല്ലാ ഫുൾ ബാക്കുകളും ഇത്തരത്തിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിലെ ഇന്ത്യൻ ഫുൾ ബാക്കുകളുടെ അവസ്ഥ നോക്കൂ. എഗെയിൻ 0 ഗോൾ ആൻഡ് 0 അസിസ്റ്റ്. ഇവന്റെ ടാറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റാക്കിംഗ് രീതിയാണ് റൈറ്റ് ഫ്ലാങ്കിലൂടെ റൈറ്റ് ബാക്ക് ഓവർലാപ്പ് ചെയ്ത് വന്നതിന് ശേഷം ബോക്സിലേക്കുള്ള ക്രോസുകൾ. സീസണിൽ 17 മത്സരങ്ങൾ പിന്നിട്ടിട്ട് പോലും ഇവന്റെ ഇത്തരത്തിലുള്ള റൈറ്റ് ഫ്ലാങ്കിലൂടെയുള്ള അറ്റാക്കിംഗ് ടാറ്റിക്സിൽ നിന്നും ഒരു ഗോൾ പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്കുകൾ ബോക്സിലേക്ക് നൽകുന്ന ക്രോസുകൾ ഒട്ടും ആക്യുറേറ്റ് അല്ല എന്ന് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു പൊസിഷനും ഈ റൈറ്റ് ബാക്ക് പൊസിഷനാണ്. ഇവന്റെ ടാറ്റിക്സിൽ റൈറ്റ് ബാക്കിൽ നമുക്ക് വേണ്ടത് മികച്ച രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് വന്നതിന് ശേഷം മികച്ച ക്രോസുകൾ ബോക്സിലേക്ക് നൽകുന്ന ഒഡീഷയുടെ അമയെ പോലെയും മോഹൻ ബഗാനിലെ ആശിഷ് റായെ പോലെയുമുള്ള പ്ലേയേഴ്സിനെയാണ്. അവർ ഓവർലാപ്പ് ചെയ്ത് വന്നതിന് ശേഷം ബോക്സിലേക്ക് നൽകുന്ന ക്രോസുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ കൃത്യമായി ആക്യുറേറ്റായി സ്ട്രൈക്കർ നിൽക്കുന്ന പൊസിഷനിലേക്കാണ് ബോൾ എത്തിക്കുന്നത്. അല്ലാതെ സന്ദീപ് പ്രീതമോ നൽകുന്ന പോലെ ഒരു കർവിംഗ് ബോൾ ബോക്സിന്റെ എവിടെയെങ്കിലും എത്തിച്ചിട്ട് എന്ത് കാര്യം? ഇനിയുടെ അവസാനമായി ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കിടന്നു വന്ന വഴികൾ നോക്കിയാൽ സീസൺ ആരംഭത്തിൽ ലൂണ ദിമി കോംബോയുടെ ബലത്തിൽ മുമ്പോട്ട് പോയിരുന്നു. ആ സമയം പെപ്ര ഗോളുകളോ അസിസ്റ്റോ നേടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സീസൺ മുമ്പോട്ട് വന്ന് ലൂണ പുറത്തുപോയ സമയം പെപ്ര ഫോം കണ്ടെത്തുന്നു. അങ്ങനെ പെപ്ര ദിമി കോംബോയിലൂടെ ബ്ലാസ്റ്റേഴ്സ് വിജയങ്ങൾ കണ്ടെത്തുന്നു. അതിൻ്റെ കൂടെ ആ ഹാട്രിക് വിജയം നേടിയ സമയത്ത് ഡിഫൻസിൽ ഡ്രിങ്കിച്ച് ലെസ്കോ കോംബോയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. എന്നാൽ സീസൺ പുനരാരംഭിച്ചപ്പോൾ പെപ്ര പുറത്തു പോകുന്നതിൻ്റെ കൂടെ ഡിഫൻസിൽ ലെസ്കോയും പരിക്കുപറ്റി പുറത്തു പോകുന്നു. ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നു. ഞാനിവിടെ പറയുന്നത് ഇനിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ പ്ലേയേഴ്സിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ വന്നില്ലെങ്കിൽ നമ്മളിനി നോക്കൗട്ട് സ്റ്റേജിലേക്ക് പ്രവേശിച്ചാലും വിജയങ്ങൾ കണ്ടെത്തി മുമ്പോട്ട് പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഐമിൻ്റെയും അസറിൻ്റെയൊക്കെ ബോൾ ഹോൾഡിംഗ് സ്കില്ലും ഫിസിക്കൽ എബിലിറ്റിയും ടേണിംഗ് സ്കില്ലും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അവരിൽ നിന്ന് വേണ്ടത് മികച്ച ഗോൾ കോൺട്രിബ്യൂഷൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകുക എന്നതാണ്. ഇനിയും ഇവരിൽ നിന്ന് ഇത്തരത്തിലൊരു കോൺട്രിബ്യൂഷൻ വന്നില്ലെങ്കിൽ ഫോർവേഡിൽ പുതിയ സഖ്യമായ സീർണിച്ച്, ദിമി, സക്കായി തുടങ്ങിയ പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരും മത്സരങ്ങളിൽ മികച്ച ഫോമിലേക്ക് മാറിയിട്ടുള്ള മുംബൈയുടെയും മോഹൻ ബഗാന്റെയും ഒഡീഷയുടെയും ഒക്കെ എതിരെ മത്സരിച്ച് വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് മികച്ച ഫോമിലേക്ക് മാറിയ ബാംഗ്ലൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സ് നേരിട്ട പരാജയം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.